ജീവിതത്തിൽ പരമാവധി ഹോട്ടലിലത്തെയോ ഇതേപോലുള്ള സ്ഥലങ്ങളിലത്തെയോ ആഹാരം കഴിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാവരും ഇങ്ങനെ ആവണം എന്നൊന്നുമല്ല പറയുന്നത്, എൻ്റെ സ്വഭാവം പറയാണ്. വീട്ടിലുണ്ടാക്കിയത് കഴിക്കും. ഇപ്പൊ വീട്ടിൽ ഭാര്യ ഉണ്ടായതുകൊണ്ട് എവിടെ പോയാലും എന്തെങ്കിലും കഞ്ഞിരവെള്ളം ബാക്കിയുണ്ടെങ്കിൽ അത് കഴിക്കും. കോടമ്പക്കത്തൊക്കെ തിരക്കഥ എഴുതാനൊക്കെ താമസിച്ച ചരിത്രമുണ്ട്. 2 പ്രമുഖ വ്യക്തികൾ PR എന്ന് പറഞ്ഞപ്പോൾ എന്നെ അവമാനിക്കാൻ പറഞ്ഞതാണ്. സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചിട്ട് കഞ്ഞിരവെള്ളം കുടിക്കുന്ന ആള്. നല്ല പരിചയക്കാരുണ്ടെങ്കിൽ വൈകുന്നേരം കഞ്ഞി ഉണ്ടോ, ഞാൻ അവിടെ വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വന്ന് കുറച്ച് കഞ്ഞി തന്നാൽ മതി. ഇപ്പോഴും ഈ നിവൃത്തിയില്ലാതെ യാത്രയ്ക്ക് പോകുമ്പോഴൊക്കെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ താമസിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയും ഇതിനോട് ഈ വിഷയത്തോടു കൂടി പറയുകയാണ്. നമ്മുടെ ശരീരം 5 കോശങ്ങൾ ഉണ്ട്. ശരീരം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല. മെഡിക്കൽ കോളേജിൽ പോയിട്ട് അനാറ്റമി പഠിക്കുമ്പോൾ ഇതല്ല വിഷയം. അനാറ്റമി ഞാനും വായിച്ച് പഠിക്കുന്ന വിഷയമാണ്. അപ്പം ഈ ശരീരത്തിന്റെ 5 ഘടകമല്ല അവിടുത്തെ കാര്യം. ഇപ്പൊ ഈ വിഷയം പറയുമ്പോൾ അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം, ഇത് 5 കൂടി ചേർന്നാണ് നമ്മൾ. ആദ്യത്തെയാണ് അന്നം. അന്നം ശുദ്ധമായിരിക്കണം. എന്താണ് ശുദ്ധം? എവിടെല്ലാം പോയിട്ട് കറങ്ങി വന്നിരുന്നാലും അമ്മ ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് മാത്രം അന്നം ശുദ്ധമാണ്. ഇതാണ് കാര്യം. ഉണ്ടാക്കിയതാരാ? അമ്മ. എല്ലാവർക്കും അമ്മ എല്ലാ കാലവും ജീവിച്ചിരിക്കുമോ? ഇല്ല. ഭാര്യ എന്ന് പറയുന്നത് അമ്മ തന്നെയാണ്. തമിഴ്നാട്ടിലെ ഏത് പെൺകുട്ടിയും വിളിക്കുക അമ്മ എന്നാണ്. ഒരു വീട്ടിലുണ്ടാക്കിയ അന്നം ലാഭക്കൊതി ഇല്ലാതെ ഉണ്ടാക്കിയതാണ്. അതാണ് അതിന്റെ പ്രത്യേകത. ലാഭം കിട്ടുന്നുള്ള മനസ്സോടുകൂടി ആരെങ്കിലും വീട്ടിൽ ആഹാരം ഉണ്ടാക്കും? പക്ഷെ ഹോട്ടലിൽ അതല്ലല്ലോ. കണ്ണാടിക്കൂട്ടിൽ വെച്ചത് അത് വിൽപ്പന വഴി ലാഭം കിട്ടുക എന്നൊരു ചിന്ത ഉണ്ടാക്കുന്ന വ്യക്തികളിൽ ഉണ്ട്. പുറമേന്ന് പലരും കാണുമ്പോൾ അതൊന്നും കഴിക്കാതെ വരുമ്പോൾ വീട്ടില് ചിലപ്പോൾ സൽക്കരിക്കുകയായിരിക്കും. അയ്യോ ഇവിടെ ഇനിയിപ്പോ ഉച്ചക്കിലത്തെ ബാക്കി വല്ലതും ഉണ്ടോ ചോദിക്കും ഞാൻ. ഒരു പ്രശ്നവുമില്ല. കഞ്ഞിയാണെങ്കിൽ വരെ അവരത് നിർമ്മിച്ചിരിക്കുന്നത് ലാഭം കിട്ടാൻ വേണ്ടിയല്ല. ഇന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പലതും ലാഭക്കൊതിയോടുകൂടി ഉണ്ടാക്കുമ്പോൾ അതിൽ ധർമ്മത്തിന്റെ അംശം കുറയുന്നതുകൊണ്ട് നമ്മളുടെ അന്നമയകോശത്തെ സ്വാധീനിക്കും. നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആഹാരം ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഇരിക്കാൻ സ്ഥലമില്ല, നിന്ന് കഴിക്കേണ്ടി വരും. ചൂടുള്ള സ്റ്റീൽ പ്ലേറ്റിൽ അന്നമാക്കിയാൽ ഇത് താഴെ വെക്കാനും പറ്റില്ല, താഴെ ഇരിക്കാനും പറ്റില്ല. അനവധി പേര് ഇരുന്നിട്ട് അവിടെ മുഴുവന് സാമ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ബുദ്ധിമുട്ടാണെങ്കിൽ ശരി, അത് കഴിക്കുമ്പോൾ ഒരു ആശ്വാസം എന്താ അറിയോ? ഇത് ഉണ്ടാക്കിയവൻ ലാഭേച്ഛ എന്നൊരു കാര്യം ഇല്ല തീർച്ചയാണ്. ബാക്കി എല്ലാ ഗുണവും ഉണ്ടാവുള്ളവരാവണമെന്നില്ല. ജോലിക്കാരാണ് പ്രിപ്പയർ ചെയ്യണത്. ജോലിക്കാർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ലാഭം കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒന്ന് കുറയ്ക്കുകയോ ഒന്ന് കൂട്ടുകയോ മായം ചേർത്ത സാധനം വാങ്ങുക അവർക്ക് ആവശ്യമില്ല. കാരണം ഇത് സൗജന്യമായിട്ടാണല്ലോ കൊടുക്കുന്നത്. അതുകൊണ്ട് ആ അന്നത്തിനൊരു പ്രയോജനമുണ്ട്. വയറിന് അസ്വസ്ഥയൊന്നും ഉണ്ടാവില്ല.
2 നേരം കഴിച്ച് കൂടെയുള്ളവർ എന്നോട് പറഞ്ഞു, 3-ാമത്തെ തവണ നമുക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് കഴിച്ചുകൂടെ, നല്ല ആഹാരം തോന്നി. അപ്പോഴും മനസ്സ് പറയാണ്, ഇങ്ങനൊന്ന് കിട്ടുമെങ്കിൽ. ഇന്ന് ഒഴിവു ദിവസമാണ്, സുഖാണ്, ഇന്നെങ്കിലും നമ്മൾ പുറത്തു പോയി കഴിക്കാമെന്ന് അമ്മ തന്ന ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന മക്കള് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് എഡ്യൂക്കേഷനാണ് കിട്ടിയത്? ധന്യമേ ജീവിതം കേൾക്കുന്ന അമ്മമാര് മക്കളോട് പറയണം, PR നാഥൻ എന്നിങ്ങനെ പറഞ്ഞു, ചീത്ത PR നാഥൻ കേട്ടോളാം, അമ്മയുണ്ടാക്കിയ ആഹാരം. അന്നമയ കോശം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തിന്നാന്നല്ല, തിന്നുന്ന ആളെ കാണുകയേ ചെയ്യാതെ എവിടെയോ ഉണ്ടാക്കി ആരേന്നോ 4 തവണ കൈമാറി ഉത്സവ സ്ഥലത്തേക്ക് വരുമ്പോ എങ്ങനെ ഇരിക്കും അന്നം? ഉണ്ടാക്കിയവൻ തിന്നുന്നവനെ കാണുന്നില്ല. പ്രാണമയ കോശം, ശ്വാസം. വീട്ടിൽ സൗഹൃദമായിട്ടുള്ള അന്തരീക്ഷം, അവിടെ ഇരുന്ന് ശ്വസിക്കുമ്പോഴോ കുറെ ഭേദം കിട്ടില്ലേ? താമസിക്കുന്നതേ നിരത്ത് വെക്കല്. ആ ശ്വാസം എന്ന് പറയുന്നത് ഓരോ വാഹനം വരുമ്പോഴും ഉണ്ടാകുന്ന പുക, പൊടി എത്രയുണ്ട് എന്ന് സൂക്ഷ്മദർശിനിയിലൂടെ നോക്കുമ്പോഴാണ് അത്ര പൊടിയാണ് ശ്വാസത്തിൽ കൂടെ പോകുന്നത്. താമസിക്കുന്ന വീട് എവിടെയാ? റോഡ് സൈഡ് തന്നെ. ഇപ്പഴത്തൊക്കെ സെന്റിന് 5 ലക്ഷം ഉള്ളപ്പോൾ ഞാൻ 30 ലക്ഷം കൊടുത്തു. 30 ലക്ഷം കൊടുത്ത് വാങ്ങി നിരത്ത് വെക്കല്. ഓരോ വാഹനം പോകുമ്പോഴും പൊടി. ഈ പൊടി നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെ ഈവനിങ് വാക്കിന് പോകുന്നവർ ഉണ്ട്. പൊടി വസിക്കാനാ. എനിക്കിപ്പോ ഈവനിങ് വാക്കിന് പോകണമെന്നുണ്ടെങ്കിൽ പരമാവധി ആൾത്തിരക്കില്ലാത്ത ഭാഗത്തു കൂടെ പോയിരുന്നാൽ അവിടെയും തിരക്കാണ്. വാഹനങ്ങളിലെ തിരക്ക് ഇല്ലാത്ത സ്ഥലമില്ല. ശ്വസിക്കുന്ന വായു ശുദ്ധമാണോ എന്ന് എത്ര പേര് ആലോചിക്കുന്നുണ്ട്? നേരത്തെ അന്നത്തിന്റെ കാര്യം പറഞ്ഞു, ഇപ്പൊ പ്രാണമയ കോശമാണ്. എന്താ ഞാൻ വിസ്തരിക്കുന്നില്ല. നിങ്ങൾ ശ്വസിക്കുന്ന വായു ശുദ്ധമാണോ? നിരത്തുവക്കിലാണോ നിങ്ങൾ താമസിക്കുന്നത്? എത്ര വാഹനം പോകുന്നുണ്ട്? എത്ര പുക പോകുന്നുണ്ട്? ഏത് നഗരത്തിലാണ് താമസിക്കുന്നത്? താമസിക്കാൻ കൊള്ളില്ലാത്ത നഗരങ്ങൾ ഉണ്ട്. നഗരത്തിന്റെ പേര് പറയണില്ല. അവിടെ താമസിക്കുന്നവരും ഇത് കേൾക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെയാണ് മനസ്സ്. ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ വേസ്റ്റ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്കാണ് വരണത്. നമ്മുടെ മനസ്സ് എന്നുള്ളത് ഈ വേസ്റ്റ് മുഴുവൻ മനസ്സിലേക്ക് വരും. വിജ്ഞാനമയ കോശമാണ് പിന്നത്തെ അറിവ്, വിജ്ഞാനം. ഒരിക്കലും നശിക്കാത്ത വിജ്ഞാനം നമുക്ക് കിട്ടുന്നുണ്ട്. പത്രവാർത്തകളുടെ വിജ്ഞാനമല്ല, മാറ്റമില്ലാത്ത വിജ്ഞാനം. അത് ക്ലാസിക്കുകളിൽ നിന്നേ കിട്ടുള്ളൂ. ആനന്ദമയ കോശം, സമർപ്പണ ബോധത്തിനെയാണ് ആനന്ദമയ കോശം എന്ന് വിളിക്കുന്നത്. ഒക്കെ സമർപ്പിക്കുക, പ്രതിഫലം ഇച്ഛിക്കുന്നില്ല, സമർപ്പിച്ചു. പരമാവധി ഇതിലേക്കൊന്ന് ശ്രദ്ധയിരിക്കാം. താമസം മാറ്റണമെന്ന് ഞാൻ പറഞ്ഞില്ല, ആഹാരം മാറ്റണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ലാഭേച്ഛ ഇല്ലാത്ത ആഹാരം, നല്ല വായു ശ്വസിക്കാവുന്ന സാഹചര്യം, നല്ല മാനസികാവസ്ഥ, നല്ലത് കേൾക്കുക, എന്നും നിലനിൽക്കുന്ന അറിവ്. ഇതാണ് വിജ്ഞാനം. സമർപ്പണബോധം. ചിന്തയ്ക്ക് വിട്ടുവാക്കുകൾ സംവദിക്കുന്നു. നമസ്കാരം.